ഹായ് ഹലോ, സുഖമല്ലേ? അപ്പോൾ നല്ല എരിവും പുളിയും മധുരവും എല്ലാം ഉള്ള നല്ലൊരു കയ്പ്പൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു തൊടുകറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു കയ്പ്പക്ക തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവും തോലും എല്ലാം കളഞ്ഞെടുക്കുക, ഉള്ളിലെത്തുക. എന്നിട്ട് നമ്മൾ നീളത്തിലാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത്. അധികം ചെറുതാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കറി ഉണ്ടാക്കി കഴിയുമ്പം നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഒട്ടും കയ്പ്പില്ല കേട്ടോ ഇതിന്. അപ്പം നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഈ സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സവോള, ഒരു തക്കാളി, 5-6 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, ഇത്രയും സാധനങ്ങളും കൂടെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് തീ കത്തിച്ചിട്ട് മൊത്തമായിട്ടും ഇത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. മൊത്തമായിട്ടും ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഇത് മുങ്ങിക്കിടക്കേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പം ഉപ്പിട്ട് കൊടുക്കുന്നില്ല. അതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ഇത് വേവിച്ചെടുക്കണം. അപ്പോഴത്തേനും നമുക്കൊരു പകുതിയോളം ഇത് വെന്ത് കിട്ടിക്കോളും. ഇപ്പോഴും വെള്ളമെല്ലാം ഉണ്ട്, ഇതുപോലെയാണ് വെന്ത് വരേണ്ടത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടികൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ അളവിലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം പകുതിയോളം നമ്മൾ വെന്ത് കിട്ടിയല്ലോ. അതിനുശേഷം വീണ്ടും ഒരു 5-6 മിനിറ്റ് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കുക. അതിനുശേഷം തുറന്ന് നോക്കുമ്പം വെള്ളമൊന്നും ഇത് വറ്റിയിട്ടില്ല, ഈ രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ കുറുകി നന്നായിട്ട് ചാറൊന്നും ഇല്ലാണ്ട് കുറുകി വരണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങേൻ്റെ വലുപ്പത്തിനേക്കാളും കുറച്ചും കൂടെ ഇത് പുളി എടുക്കുക. വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് ആ പുളി വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇത് ചെറു തീയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുറുകി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നല്ല കുറുകി ഒന്ന് ചാറോടെ വരണം. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ഒരു ചെറിയ ഒരു പീസ് വെല്ലത്തിൻ്റെ കഷ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെല്ലത്തിൻ്റെ നിങ്ങൾക്ക് ഇതിനേക്കാളും മധുരം കുറച്ചും കൂടെ വേണമെങ്കിൽ ഇത്തിരിയും കൂടെ വെള്ളം ചേർക്കാം. അത് നിങ്ങൾക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനെ ഇതെല്ലാം അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനിയും ഒരു 2-3 മിനിറ്റും കൂടെ കുറുകിയാൽ ഈ രീതിയിൽ നമുക്കായി കിട്ടും. ഇതൊന്ന് വെച്ചിരുന്നാൽ എല്ലാം കൂടെ ഒന്ന് നല്ല സെറ്റായിട്ട് കിട്ടുമേ. ഇനി ഒരു ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക്, ഒരു 5-6 ചെറിയുള്ളി, ഒരു 2 വറ്റൽമുളക്, കറിവേപ്പില, ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച കയ്പ്പക്കേൻ്റെ പെരട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തൊടുകറിയാണ്. ഇത് കണ്ടോ, ഒട്ടും കയ്പ്പില്ലാത്ത നല്ലൊരു ഇതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും.